മൂവാറ്റുപുഴ പുളിന്താനം പള്ളിയിൽ സംഘർഷം. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യാക്കോബായ വിഭാഗത്തെ പള്ളിയിൽ നിന്ന് ഒഴിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് കോടതി വിധി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ കുറേ കാലങ്ങളായി നിൽക്കുന്ന തർക്കമാണിപ്പോൾ. ആ കോടതി വിധി നടപ്പാക്കാൻ പോലീസ് എത്തുമ്പോൾ അവിടെ വീണ്ടും സംഘർഷമുണ്ടായി എന്നാണോ? അനുജ, ഇത് 4ാം തവണയാണ് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഈ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി പോലീസ് സഹായത്തോടെ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ രാവിലെ മുതൽ തന്നെ യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുൻപിൽ തമ്പടിച്ചു. അവർ ഗേറ്റ് പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ ASPയും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തി. ഗേറ്റ് തുറക്കാനുള്ള ശ്രമം നടന്നപ്പോഴാണ് യാക്കോബായ സഭാ വിശ്വാസികളും പോലീസും തമ്മിൽ നേരിയ വാക്കേറ്റവും സംഘർഷവുമെല്ലാം ഉണ്ടായത്. പിന്നാലെ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും വൈദികരും എത്തിയിരുന്നു. അവർ പറയുന്നത് തങ്ങൾക്ക് കോടതി വിധിയുണ്ട്. കോടതി വിധി അനുസരിച്ച് ഈ പള്ളിയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കാണ്, ഇവർ ഒഴിഞ്ഞു നൽകണമെന്നാണ്. എന്നാൽ പോലീസ് അതിനുവേണ്ട തങ്ങൾക്ക് വിധി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം ചെയ്യുന്നതിൽ ആക്ഷേപം ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇരു വിഭാഗവും അവിടെ ഉണ്ട്. പക്ഷേ സംഘർഷ സാധ്യത നിലവിലില്ല. നിലവിൽ ഈ പള്ളി ഒഴിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നാളെ ഈ ഓർത്തഡോക്സ് വിഭാഗം നൽകിയ കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വിഷയത്തിലൊരു തുടർ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. അനുജ, മൂവാറ്റുപുഴ പുളിന്താനം പള്ളിയിലാണ് സംഘർഷമുണ്ടായത്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാൻ പോലീസ് എത്തുമ്പോൾ സംഘർഷമുണ്ടായി എന്നുള്ളതാണ്. രാഹുൽ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.